ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്നിവിടെ കിച്ചണിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്താൻ പോവാട്ടോ. ഇതുപോലെ നിറഞ്ഞു കിടക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വല്ലാത്ത ഇറിറ്റേഷനാണല്ലേ. എങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാമെന്ന്, കിച്ചൺ ക്ലീനിങ് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 10-15 റിയാൽ വെച്ചിട്ട് ഞാൻ ഈ കിച്ചണ് കുറച്ചൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. നമ്മുടെ സൗദിയിലാവുമ്പോൾ എന്തായാലും വാടകയ്ക്കുള്ള റൂമാണ്. ഓവർ നമ്മളിതിലേക്ക് സാധനങ്ങൾ വാങ്ങി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നമ്മൾ എന്തായാലും ഒരു 3-4 മാസം കൊണ്ട് തിരിച്ചു പോകുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഇത് റെൻറ്റിന് എടുക്കുന്നതാവുകൊണ്ട് നമ്മളെ വീട്ടിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല വൃത്തിയാക്കിയിട്ട് ചെയ്തോളൂ. ഞാൻ യൂസ് ചെയ്തതിൻ്റെ ശേഷമുള്ള എൻ്റെ ഈ ഒരു റിവ്യൂവും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കേട്ടോ. സാധാരണ ഞാൻ ആമസോണിലൊക്കെ അത് ഒരുപാട് തവണ കാർഡ് ചെയ്തിട്ടിട്ടുണ്ട്, പക്ഷേ വാങ്ങിയിട്ടില്ല. കാരണം അത് എത്രത്തോളം യൂസിങ് ആണ്, എത്രത്തോളം അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് ഒരു കറക്റ്റ് ഒരു ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ടും കുറേ വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്. പക്ഷേ എന്നാലും എല്ലാവരും അതിൻ്റെ റിവ്യൂ ആണല്ലോ ചെയ്യുന്നത്. അത് പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നമുക്ക് ഹെൽപ്പിംഗ് ആണെന്ന് അറിയാത്തതുകൊണ്ടും ഞാനത് ഇതുവരെ വാങ്ങിയിട്ടില്ല. പക്ഷേ ഇവിടെ ഞാൻ ഇങ്ങനെ റിയാൽ കടയിൽ പോകുന്ന സമയത്ത് 5 റിയാലിന് ഇങ്ങനെ സാധനം കണ്ടു. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കരുതി വാങ്ങിയതാണ്. പക്ഷേ യൂസ് ചെയ്ത സമയത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല. നാട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഇവിടുന്ന് വാങ്ങി പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആമസോണിലും കിട്ടും കേട്ടോ അത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ ആദ്യം ഈ ഒരു കൊട്ടത്തളുണ്ടല്ലോ, സിങ്ക് നിറഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു സിങ്കിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കുക. പിന്നെ ഒരു ഭാഗത്തേക്ക് തുടങ്ങുക. ആ ഒരു ഭാഗം എവിടെയാണോ തുടങ്ങുന്നത് ആ ഭാഗത്തുള്ള സാധനങ്ങൾ എവിടെയൊക്കെ വെക്കേണ്ട സാധനങ്ങളാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മ വേണം. എന്നിട്ട് അതൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് ഇങ്ങനെ കൊണ്ടുപോയി വെക്കാം. ചില ആളുകളുണ്ട് ഓരോന്ന് അവിടെ നിർത്തി ഇവിടെ നിർത്തി അപ്പുറത്ത് നിർത്തി എടുക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ടൈമിങ് ഒരുപാട് പോകും. അപ്പം ഒരു ഭാഗത്ത് തന്നെ ഞാനിപ്പം എൻ്റെ അനിയത്തിനോടാണെങ്കിലും എൻ്റെ മക്കളോടാണെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ക്ലോത്ത് ആയിട്ട് നമ്മൾ തുടക്കാനുള്ള ക്ലോത്ത് ആയിട്ട് ഇറങ്ങുക. എന്നിട്ട് ആ ഒരു ഏരിയ ഇങ്ങനെ തുടക്കുന്ന സമയത്തിന് അവിടെയുള്ള ഓരോ സാധനങ്ങളും എവിടേക്കാണ് വെക്കേണ്ടതെന്നുള്ളത് അത് അതിന് കറക്റ്റ് സമയത്തിന് വെക്കാം. പിന്നെ ഞാൻ ഈ വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഷീറ്റാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. അത് ഈ ഒരു ഗ്യാസിൻ്റെ ബാക്കിലായിട്ട് വെച്ചതായിരുന്നു. ഞാൻ അതുകൊണ്ട് എടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചതാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു വലിയൊരു കിച്ചൺ യൂസ് ചെയ്താൽ നമുക്കൊക്കെ ഈ ഒരു ചെറിയൊരു കിച്ചൺ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എവിടെ വെക്കും എങ്ങനെ വെക്കും എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം അതിൽ നിന്നൊക്കെ ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും കേട്ടോ. പിന്നെ അങ്ങനെയാണ് ശീലമാവും. ശരിയാവുമല്ലേ, ശീലമാവും എന്നറിയില്ലേ, അതുപോലെ പിന്നെ അതങ്ങനെ ശീലമായി. അപ്പോൾ ഈ ഒരു താഴത്ത് ഇങ്ങനെ ഒരു മാർബിൾ ആണെന്ന് തോന്നുന്നു. പിന്നെ വലിയ ക്ലീനിങ് വൃത്തിയൊന്നുമില്ല. ഇതിൻ്റെ കളറ് മങ്ങിപ്പോയതാന്ന് തോന്നുന്നു. കാരണം ഒരുപാട് മുന്നേ വെച്ച സാധനം ആവാം, എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ആ ഒരു സ്റ്റൗവൊക്കെ മാറ്റിയതിൻ്റെ ശേഷം അതിൻ്റെ താഴെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ തുണി കൊണ്ട് ഈ ഒരു ഏരിയ അങ്ങോട്ട് ക്ലീൻ ആക്കാൻ പോവുകയാണ്. കാരണം ഈ ഒരു ഇതിനുമ്മേൽ ഒട്ടിക്കുന്ന പിന്നെ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, അതും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്തായാലും നല്ല നീറ്റാക്കി തുടച്ച് ഡ്രൈ ആക്കി എടുക്കണം അത് സ്റ്റിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും രീതിയിൽ ചെറിയൊരു മുട്ടുണ്ടെങ്കിൽ പോലും അതവിടെ പിന്നെ പൊങ്ങി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആദ്യം ഞാൻ വോളിലാണ് ഒട്ടിക്കാൻ പോകുന്നത്. വോളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലെയിൻ ആയിട്ടുള്ള 2 എണ്ണം മാത്രമേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ആമസോണിൽ 100 സംതിങ് എന്തോ ഉള്ളൂ ഈ ഒരു സാധനത്തിന്. ഞാനത് കാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വാങ്ങാൻ ധൈര്യമില്ല. അപ്പോൾ എത്ര വലിപ്പം ഉണ്ടാവും എന്നറിയില്ല. പിന്നെ അളന്നിട്ടൊക്കെ നമുക്ക് വാളിൽ ഒട്ടിക്കാനുള്ള വാങ്ങാം. അപ്പോൾ ഇത് 2 പീസാണ് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ 2 പീസിൽ 2 പീസ് 4 പീസ് ആയിട്ട് കാണാം. എന്ന് വെച്ചാൽ ഇത് ഒരൊറ്റ കവറിൽ കിടക്കുന്നത് മടക്കി വെച്ചിട്ടുള്ള ഒരു നീണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 2 എണ്ണം മതി എനിക്ക് ഈ ഒരു ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒട്ടിക്കാൻ പോകുമ്പം എവിടെയാണ് ഒട്ടിക്കുന്നത് എന്നുള്ളത് നമ്മൾ പിന്നെ ലെവൽ സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കുക. ബെറ്റർ അതാണ്. കാരണം നമ്മൾ ഒട്ടിച്ച് തുടങ്ങുമ്പോൾ ചെരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ക്രോസ് ആവാം. അപ്പം എത്ര ലെവലിലാണ് വരുന്നത് അതനുസരിച്ച് ലെവൽ സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തുള്ളത് ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം ആ ഒരു പിന്നെ കറക്റ്റ് വരുന്ന ലൈൻമേൽ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം അതിങ്ങനെ പിന്നെ താഴേക്ക് എടുക്കുക കേട്ടോ. പിന്നെ ഈ താഴത്തെ സംഭവം പറിക്കുന്ന സമയത്തേ അത് എങ്ങാനും ജസ്റ്റ് ഒന്ന് കീറി പോയിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ആ താഴെ പറിക്കുന്ന ആ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് കീറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വീണ്ടും നമ്മൾ എടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കണം. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ട് വേണം അതിൻ്റെ ആ ഒരു ഇത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എയർ ബബിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേഗം പിന്നെ റിമൂവ് ആക്കിയിട്ട് വേണം ഒട്ടിക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ മോഡലായതുകൊണ്ട് എന്തായാലും എയർ ബബിളൊന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ നല്ല ശ്രദ്ധിച്ചിട്ടാണ് പീൽ ചെയ്തെടുത്തതൊക്കെ. പിന്നെ മുകളിൽ ഞാൻ വരച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചെരിവ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനൊന്ന് വലിച്ച് നിർത്തി കുറച്ചൊക്കെ ഒന്ന് കഷ്ടപ്പെട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഒരു താഴെ ഭാഗത്ത് ഒട്ടിക്കാൻ പോവാണ്. പക്ഷെ അത് 12 മണിക്ക് ഇവിടുത്തെ കടകളൊക്കെ അടക്കും. അപ്പോൾ ആ ഒരു 12 മണീൻ്റെ കുറച്ച് മുമ്പ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഈ ഒരു സംഭവം നല്ലത് നോക്കിയെടുക്കാനുള്ള ടൈമൊന്നുമില്ല. കിട്ടിയത് വേഗം എടുത്തു പോന്നു. വൈറ്റ് മാത്രമേ നോക്കിയുള്ളൂ. പക്ഷേ എടുത്തപ്പോൾ ഭയങ്കര ഓവറായിട്ടുള്ള ഡിസൈൻ ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. പക്ഷേ 5 റിയാലിൻ്റെ സാധനമാണ്. കുറേ ഉണ്ടായിരുന്നു. ഈ ഭാഗത്തും അപ്പുറത്തെ ഭാഗത്തും ഒട്ടിക്കാനുള്ള സാധനമുണ്ട്. പിന്നെ ചുമരിലും ഞാൻ ഒട്ടിച്ചു. അതോടുകൂടി തന്നെ നല്ല നീറ്റായിട്ടോ കിച്ചണ്. കാരണം ഇതിൽ ഞാൻ വരുന്നതിന് മുമ്പ് കിച്ചണിലൊക്കെ കുറേ ഒരു ഉടായ്പ പരിപാടിയിലൂടെയൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലും വലിയ രസം എന്താ വെച്ചാൽ ഈ ഒരു ബിൽഡിങ് നിൽക്കുന്നത് മലയാളീൻ്റെ അടുത്താണ്. മലയാളീസ് ആകുമ്പോൾ എന്തായാലും ഉടായ്പ കളി നല്ലപോലെ കളിക്കുമല്ലോ. അവരതിൻ്റെ മെയിൻ്റനൻസ് വർക്കൊന്നും ശരിക്കും ചെയ്യലും കൂടിയില്ല. ഞാൻ വരുന്ന സമയത്ത് ആ ഒരു പൈപ്പൊക്കെ ലീക്കൊക്കെ ഉണ്ട്. വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ മെയിൻ്റനൻസ് വർക്കൊക്കെ ശരിക്കും ചെയ്തതിൻ്റെ ശേഷമാണല്ലോ അവർ കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ താഴത്ത് ഒട്ടിക്കണം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഒരു ടാബിൾ ഒട്ടിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികളില്ലാത്ത വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും. അല്ലാതെ നമ്മുടെ വികൃതിയിലുള്ള ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ഓരോ പ്രാവശ്യം വരുന്ന സമയത്ത് മെല്ലെ തൊലിച്ചിട്ട് കീറിയെടുക്കും കേട്ടോ. ഇപ്പം തന്നെ തനുമ്പോൾ അത് കീറി സൈഡിലുള്ളതൊക്കെ കീറിയിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, അവിടെ കിടക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഒട്ടിച്ചതൊന്നും വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ വെള്ളം തട്ടുമ്പോഴും ചൂട് തട്ടുമ്പോഴും ഒന്നും ഒരു കുഴപ്പമില്ല. PVC തടയുന്ന PVC മെറ്റീരിയൽ അങ്ങനെ എന്തോ ആണ്. ആമസോണിൽ ശരിക്കും ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൂടൊക്കെ നല്ലപോലെ തടയും. പിന്നെ ഇത് ഒട്ടിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ ബബിൾ ഇല്ലാണ്ടിരിക്കാൻ നോക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ എക്സ്റേയുടെ പേപ്പർ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ ഒന്ന് വടിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ടാബിൾ വടിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ നമ്മൾ വൈപ്രോ യൂസ് ചെയ്തിട്ടൊക്കെ ഒന്ന് വടിച്ചെടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ മാക്സിമം ബബിൾസൊക്കെ പോക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് തന്നെയാണ് താഴത്തെ സംഭവം ഞാൻ അങ്ങനെ വലിച്ചു കൊടുക്കേണ്ടത് പതുക്കെ. കാരണം അത് കീറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ രണ്ടും കൂടെ ഒന്ന് പണിയാവും. പെട്ടെന്ന് കീറാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും പെട്ടെന്ന് പണി തീർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം ടൈമൊന്നും ഇതിൽ എടുത്തിട്ടില്ല. അങ്ങനെ ഈ ഒരു ഭാഗം മൊത്തത്തിൽ അങ്ങോട്ട് ഒട്ടിച്ചിട്ട് നീറ്റാക്കി വെച്ചപ്പോൾ നല്ലൊരു വൃത്തിയുണ്ട് കേട്ടോ. നേരത്തെ ആ ഒരു ഫീലിംഗ് നിന്നൊക്കെ മാറി ബാക്ക്ഗ്രൗണ്ട് ആയാലും ഇതിൻ്റെ ഈ ഒരു ഫ്ലോറിങ് ആയാലും നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് നീറ്റായിട്ട്. ഇപ്പം പിന്നെ ഈ ഒരു സ്റ്റൗവൊക്കെ വെച്ച സമയത്ത് കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ ഓപ്പോസിറ്റ് ഭാഗം നോക്കുമ്പം ഇവിടെയും നിറഞ്ഞെടുക്കുകയാണ്. പിന്നെ നേരത്തെ ചെയ്ത അതിൻ്റെ വർക്ക് ബാക്കി ബാലൻസ് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ചെറിയ സ്പേസ് ആകുമ്പോൾ നമ്മൾ എന്ത് വരികയാണെങ്കിലും എന്തുണ്ടാക്കുകയാണെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ബാക്കിയൊക്കെ കൊണ്ടുവയ്ക്കാനുള്ള സ്ഥലം ഇതേ ഉള്ളൂ. അപ്പം ഈ ഒരു സ്പേസ് കുറച്ചും കൂടി ഒന്ന് വലുതാക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മെനക്കെട്ട പണിയൊക്കെ എടുത്താണ്. എന്ന് വെച്ചാൽ ഒരു ഏച്ചുട്ടിയിൽ നന്നാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഷീറ്റൊക്കെ വെച്ചിട്ടാണ് പിന്നെ വിരിച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ താഴെ മാർബിൾ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഷീറ്റ് വിരിച്ചു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ കളർ കൊണ്ട് അതിന് മുമ്പ് ചെയ്ത ഫാമിലി ചെയ്തതായിരിക്കും. പിന്നെ അത്ര വൃത്തി ഫീൽ ചെയ്യാത്തതുകൊണ്ട് വെച്ചതായിരിക്കും ഈ ഷീറ്റൊക്കെ വിരിച്ചിട്ട്. പിന്നെ ഈ ആ ഒരു ബോർഡില്ലേ മുകളിൽ നമ്മുടെ സീലിംഗ് ചെയ്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഷീറ്റൊക്കെ ഒന്ന് ആദ്യം കണ്ട് എടുക്കാൻ പോവാണ്. എങ്കിലത് വൃത്തിയാക്കിയിട്ട് കാര്യമുള്ളല്ലോ. കാരണം നമുക്കത് ഒട്ടിക്കാൻ ഞാൻ ഇത് കണ്ടിട്ടാണ് ആ ഒട്ടിക്കാനുള്ളത് വാങ്ങിയത്. കുറച്ചൊന്ന് വൃത്തിയാവുമല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഈ ഷീറ്റ് ഇങ്ങനെ പൊക്കി നോക്കിയപ്പോഴാണ് പകച്ചു പോയി എൻ്റെ ബാല്യം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു പൊട്ടിയ ഭാഗത്ത് നല്ലൊരു ഏച്ചൂട്ടൽ പണി നടത്തിയിട്ടുണ്ട്. നമ്മൾ മേച്ചൂട്ട് അത്ര വലിയ മോശമൊന്നുമില്ല. നല്ല 1.5 ഏച്ചൂട്ടിൽ കൂട്ടാൻ പോവുകയാണ്. കാരണം കുറച്ചൊന്ന് സ്പേസും കൂട്ടണമല്ലോ. അപ്പം ഈ ഒരു കബോർഡിൻ്റെ നേരെ താഴെയുള്ള ഒരു പോർഷനാണ്. അപ്പോൾ അവിടെ ഒന്ന് വലുതാക്കണം. അപ്പോൾ ഈ ഒരു ബോർഡ് അവിടെ എന്തായാലും എക്സ്ട്രാ കിടക്കുന്നുണ്ട്. ഞാനിത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അവിടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഈ ഒരു ടൈൽസ് അവിടെ പകുതിയാണ് ഈ ഒരു മാർബിൾ പീസ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴേക്ക് വെച്ചിട്ട് അവിടെയുള്ള ഒരുവിധം സംഭവബഹുലമായ സാധനങ്ങൾ മാക്സിമം കുത്തിപ്പൊക്കി അത് ചില പലക ഉണ്ട്. ഈ പലക എന്തിൻ്റെയാണെന്ന് ചോദിച്ചാൽ ഒരു കസേര ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പോകുന്ന സമയത്ത് ഇരിക്കുമ്പോൾ അങ്ങനെ കുഞ്ഞടിപ്പോയി. എന്ന് വെച്ചാൽ മൊത്തം ലൂസായി എല്ലാം കൂടി ഊരിപ്പോകുന്നു. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഇങ്ങോട്ട് ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ ഓരോ പാർട്സും ഓരോ ഭാഗത്താക്കി വെച്ച് പിന്നെ അതിൻ്റെ മേലെ ഇതുപോലൊരു കാർഡ്ബോർഡ് അതേ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് കൊടുത്തതാണ് കേട്ടോ. നിങ്ങളായിരുന്നെങ്കിൽ ഈ ഒരു ഏപ്പ് ഭാഗത്ത് എന്ത് ഐഡിയ വെച്ചിട്ടാണ് ചെയ്യാന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. കാരണം ഓരോരുത്തർക്കും ഓരോ ചിന്താഗതി ആയിരിക്കുമല്ലോ. എനിക്ക് ആ ഒരു സമയത്ത് ഉള്ള സംഭവം വെച്ചിട്ട് ഒന്ന് പിന്നെ ഏച്ചുവിട്ടാനാണ് തോന്നിയത്.
പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ആ ഒരു ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം പിന്നെ ഈ ഒരു പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്ന് എടുത്ത കവറുണ്ടല്ലോ, എന്ന് വെച്ചാൽ അതിൻ്റെ പേപ്പേഴ്സും കാർഡ്ബോർഡും അങ്ങനത്തെ എല്ലാം ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കുത്തി തിരികെ അതങ്ങോട്ട് ദമ്മാക്കി വെച്ചു. കാരണം അതിങ്ങനെ പിന്നെ കുഴിഞ്ഞു നിന്നാൽ താന്നു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ആ പണി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇവിടെ വൃത്തിയാക്കാൻ ഒരുങ്ങിട്ടോ. നേരത്തെ വൃത്തിയാക്കിയതിൻ്റെ ശേഷം അവിടെ ഒട്ടിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നീറ്റാവുകയും. പക്ഷെ എന്താ ചെയ്യാൻ, ആ സമയത്ത് അതിനൊന്നും തോന്നില്ല. അതെങ്ങനെയെങ്കിലും ഏച്ചുട്ടിയാലോ ഒന്ന് ഉഷാറാവോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. ഏതായാലും വലിയ വെളുപ്പിക്കാനൊന്നും നോക്കിയിട്ടില്ല. അതിലുള്ള ജസ്റ്റ് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു കറകളൊക്കെ ഒന്ന് പോക്കിയിട്ട് ഒന്ന് ഫിനിഷിങ് ആക്കി എടുക്കണം. കാരണം വേണമെങ്കിൽ ഇത് നിറം വെപ്പിക്കുന്നതിന് പരിധി ഉണ്ട്. അതുകൊണ്ടായിരിക്കും മുമ്പുള്ള ആളുകൾ ഇതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഇതിൽ മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ബാക്കി വന്നപ്പോൾ ഒന്നും നോക്കില്ല, അതിൻ്റെ ആ ഒരു ചുമരുമലും അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു. അത് പിന്നെ ടൈൽസിൻ്റെ രീതിയിലായതുകൊണ്ട് ആ ടൈൽസിൻ്റെ ഗ്യാപ്പൊക്കെ ഒന്ന് ഞാൻ കറക്റ്റാക്കി നോക്കി നല്ല വൃത്തിയിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലെവൽ സ്കെയിൽ വെച്ചിട്ട് വരച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ നീറ്റായിട്ട് വരും. അത് ചെറുങ്ങനെ ജസ്റ്റ് ക്രോസായി വന്നു കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് താഴേക്ക് വലിച്ചിട്ടൊക്കെയാണ് ഒട്ടിച്ചത്. അപ്പോൾ അത്ര റിസ്ക് എടുക്കേണ്ടി വരില്ല. പിന്നെ ആ ഒരു ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം മക്കളും കൂടെ ഉണ്ട് കേട്ടോ. അവരും കൂടെ ഒരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഒട്ടിക്കാൻ പറ്റുള്ളൂ. കാരണം അവരും കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്രയും നീറ്റാക്കി ഒട്ടിക്കാൻ പറ്റിയത്. അപ്പോൾ പുതിയതും പഴയതും ചെക്ക് ചെയ്ത് നോക്കി എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തേക്കാം. നല്ല വീഡിയോ ആയിട്ട് ഇവിടെ നിന്ന് എത്താം.